ഗ്രേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളെപ്പോഴും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഒന്ന് ആക്യുറസിയും മറ്റൊന്ന് പ്രിസിഷൻ. പലപ്പോഴും നമ്മൾ ഈ രണ്ട് വാക്കും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഫിസിക്സിൽ ഇതിന് രണ്ട് മീനിങ് ആണ്, അല്ലെങ്കിൽ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിലാദ്യം വരുന്നതാണ് ആക്യുറസി. എന്താണ് ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റി ഒരു ആക്ച്വൽ വാല്യൂ ഉണ്ടാവുമല്ലോ, അതിനോട് എത്രത്തോളം അടുത്താണ് എന്നതാണ് സത്യത്തിൽ ആക്യുറസി എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ വാട്ട് ഇസ് ആക്യുറസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം എന്താണ്? ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്യുറസി ഓഫ് എ മെഷർമെൻറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ട്രൂ ക്വാണ്ടിറ്റിക്ക് അല്ലെങ്കിൽ ട്രൂ വാല്യൂവിന് എത്രത്തോളം അടുത്താണ് എന്നതാണ് ആക്യുറസി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി, നമുക്കറിയാം അതിൻ്റെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമ്മൾ ഇതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് കിട്ടുന്ന വാല്യൂ ഇപ്പോൾ 9.3 ആകാം, 9.6 ആകാം, 9.7 ആകാം. ഈ മൂന്ന് വാല്യൂവിലും നമ്മുടെ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂവിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാ? 9.7. അപ്പോൾ ഇതിൽ മൂന്നിലും ആക്യുറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറയുന്ന 9.7 ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ട്രൂ വാല്യൂ ആയിട്ട് ഇവിടെ വലിയ ബന്ധമൊന്നുമില്ല. പ്രിസിഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആ മെത്തേഡിലൂടെ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ എത്രത്തോളം ക്ലോസ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം അടുത്തടുത്താണ് എന്നാണ് നമ്മൾ ആ പ്രിസിഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ആർ ടു ഈച്ച് അതർ. നമ്മളൊരു ഒബ്സർവേഷൻ എടുക്കുന്നു, വീണ്ടും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുക. നമുക്ക് 9.7, 9.71, 9.69 എന്നിങ്ങനെ അടുത്തടുത്ത വാല്യൂസ് കിട്ടിയെന്ന് വിചാരിക്കുക. നോക്കിയേ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ മൂന്ന് വാല്യൂസ് ഏതാണ്ട് അടുത്തടുത്ത് തന്നെയാണ് കിടക്കുന്നത്. നേരെ മറിച്ച് 9.3, 9.5, 9.7, 9.9 എന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കി. വാല്യൂസ് അടുത്തടുത്ത്, അല്ലാതെ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഒട്ടും പ്രിസൈസ് അല്ല. പ്രിസൈസ് ആണെങ്കിൽ എന്ത് പറ്റും? കൃത്യമായിട്ടുള്ള ഒരേ കാര്യം തന്നെ പലതവണ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ പ്രിസിഷൻ പറയാൻ പറ്റുള്ളൂ. ഇനി വേറെ രീതി പറയുകയാണെങ്കിൽ, പ്രിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മെത്തേഡിൻ്റെ റെസൊല്യൂഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ലിമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക. ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് നോർമലി നമുക്കിപ്പോൾ പറ്റുന്നൊരു മെത്തേഡ് എന്താണ്? ആ പറയുന്നൊരു ബോളിനെ വയ്ക്കുക, ഒരു സ്കെയിലിന് അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക, എന്നിട്ട് മാക്സിമം ആ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂസിന് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഉറപ്പാണ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. ഓരോ വ്യക്തി ചെയ്യുമ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്ക് 0.1 മില്ലിമീറ്റർ ആണ് 0.1 സെൻറ്റിമീറ്ററാണ് നമുക്കൊരു സ്കെയിൽ വെച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ. ഒരു ബോൾ തീരെ ചെറുതാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്ത് ചെയ്യും? പലപ്പോഴും പലതായിക്കൊണ്ടിരിക്കും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ സ്ക്രൂ ഗേജാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സ്ക്രൂ ഗേജിൻ്റെ ലിസ്റ്റ് കൊണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു കാണാം അല്ലേ? അപ്പോൾ ആ സ്ക്രൂ ഗേജാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂടെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഈ സിമ്പിൾ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആക്യുറസിയും പ്രിസിഷനും ഇതിലും സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നോക്കിയേ, ഇപ്പോൾ നിങ്ങളൊരു അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിക്കുക, ആർച്ചറി. അതായത് ഈ പറയുന്നതാണ് ടാർഗറ്റ്. അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന അമ്പ് അത് ആക്യുറേറ്റ് ആയിട്ട് കൊള്ളണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ നടുക്ക് കാണുന്ന കറക്റ്റ് ബുൾസൈ എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ കറക്റ്റ് വന്ന് കൊണ്ടാൽ അതാണെന്ത്? ആക്യുറസി. നേരെ മറിച്ച് ഇപ്പോൾ രണ്ടാമത്തെ കേസ് നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? കറക്റ്റ് ബുൾസൈ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ആക്യുറേറ്റ് ആണ്. എന്നാൽ പ്രിസൈസ് ആണോ ഇത്? അല്ല. കാരണം രണ്ടാമത്തെ കേസ് വന്നപ്പോഴത്തേക്കും ഈ ഓരോ പോയിന്റുകളും സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തല്ലത്? പ്രിസൈസ് അല്ല, പക്ഷേ ആക്യുറേറ്റ് ആണ്. മൂന്നാമത്തെ കേസ് ആണെങ്കിലോ നോക്കിയേ, ഇത് ആക്യുറേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഒട്ടും ആക്യുറേറ്റ് ഇല്ല. കാരണം നടുക്ക് കൊള്ളേണ്ടതിന് പകരം നല്ല ദൂരെ മാറിയാണ് കൊണ്ടേക്കുന്നത്. പക്ഷേ ഇത് പ്രിസൈസ് ആണോ? ആണ്. അപ്പോൾ പ്രിസിഷൻ എന്ന് വെച്ചാൽ
നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എത്രത്തോളം അടുത്തടുത്താണെന്നുള്ളത്. ആക്യുറേറ്റ് എന്ന് വെച്ചാൽ അത് നമ്മുടെ ട്രൂ വാല്യൂ ആയിട്ട് എത്രത്തോളം അടുത്താണെന്നതാണ്. ഇവിടെ നോക്കി ഒരു സർട്ടൺ ലെങ്ത് ഉണ്ട്, 3.678 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ഉപയോഗിച്ചു. ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഉപയോഗിച്ചത് 0.1 റെസൊല്യൂഷൻ വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് കിട്ടിയ ഉത്തരം എത്ര? 3.5 സെൻറ്റിമീറ്റർ. തൊട്ടടുത്ത് ഇതേ മെഷർമെൻറ്റ് നമ്മളൊരു 0.01 മില്ലിമീറ്റർ ലീസ്റ്റ് കൗണ്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചെടുത്തപ്പോൾ നമുക്ക് ഉത്തരം എത്രയായിട്ട് കിട്ടി? 3.38 സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടി. ഇവിടെ നോക്ക്, 3.67 അടുത്ത് കിടക്കുന്ന വാല്യൂ 3.5 ആണ്. അപ്പോൾ ഈ 3.5 എന്ന വാല്യൂ കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അത് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ പ്രിസിഷൻ ഉണ്ടോ? ഇല്ല, കാരണം ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. നമ്മുടെ യഥാർത്ഥ ഉത്തരത്തിന് 3.678 അല്ലേ, 3 വാല്യൂസ് വരെ അത്രയും കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നത്. പക്ഷെ നമുക്കിവിടെ കിട്ടിയ ഉത്തരം 3.5. അപ്പോൾ റൗണ്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം അടുത്താന്ന്. വാല്യൂ 3.6 അടുത്തായതുകൊണ്ട് ആക്യുറേറ്റ് ആണെന്നും പറയാം. പക്ഷെ പ്രിസൈസ് ആണോ? അല്ല. എന്നാൽ രണ്ടാമത്തെ വാല്യൂ നോക്കിയത് 3.38 ആണ്. അത് നമ്മുടെ കൃത്യം നമ്മൾ മെഷർ ചെയ്ത് 3.67 അടുത്തല്ല. അപ്പോൾ ഇത് എന്തല്ല? ആക്യുറേറ്റ് അല്ല. പക്ഷെ 3 ഡെസിമൽ അല്ലെങ്കിൽ 2 ഡെസിമൽ പ്ലേസോടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇതെന്താണത്? പ്രിസൈസ് ആണ്. അപ്പോൾ പ്രിസിഷൻ എന്ന് വെച്ചാൽ അതിന് നമ്മുടെ ആക്ച്വൽ വാല്യൂ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന വാല്യൂ, നമ്മൾ തെറ്റായിട്ടുള്ള വാല്യൂ ആണെങ്കിലും കൃത്യമായി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? പ്രിസൈസ് ആയിട്ട് മാറും. പക്ഷെ ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എത്രത്തോളം കറക്റ്റ് ആവുന്നു എന്നതാണ്. അപ്പോൾ ഇതാണ് പ്രിസിഷനും ആക്യുറസി. അപ്പോൾ ഈ പ്രിസിഷനും ആക്യുറസിയും പറയുമ്പോഴാണ് എന്ത് വരുന്നത്? എററുകൾ വരുന്നത്, അല്ലേ? നമ്മൾ മെഷർ ചെയ്ത വാല്യൂ കൃത്യം നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂവിനോട് അടുത്ത് വന്നാൽ ആക്യുറസി, എത്രത്തോളം ആക്യുറസി കുറയുന്നു അത്രത്തോളം അവിടെ എന്തുണ്ടാകുന്നു? എററുകൾ ഉണ്ടാകുന്നു. സോ എന്താണ് എറർ? ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ അല്ലെങ്കിൽ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ, അല്ലേ? നമുക്ക് കിട്ടേണ്ട കറക്റ്റ് വാല്യൂ നമ്മൾ മെഷർ ചെയ്ത് കിട്ടിയ തെറ്റായിട്ടുള്ള വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത് കിട്ടിയ വാല്യൂ തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് എന്ത് വിളിക്കാം? എറർ എന്ന് വിളിക്കാം. പല രീതിയിൽ എററുകൾ ഉണ്ടാകാം. 3 രീതികൾ നമുക്കിവിടെ നോക്കാം. ഒന്ന്, സിസ്റ്റമാറ്റിക് എററുകളുണ്ട്, ലീസ്റ്റ് കൗണ്ട് കാരണം ഉണ്ടാകുന്ന എററുകളുണ്ട്, ഇനി റാൻഡം എററും ഉണ്ട്. അതിലാദ്യം വരുന്നതാണ് സിസ്റ്റമാറ്റിക് എറർ. എന്താ സിസ്റ്റമാറ്റിക് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനോ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനോ ഒരു കോമൺ ആയിട്ടുള്ള തെറ്റ് കാരണം ഉണ്ടാകുന്ന എററുകളാണ് എന്ത്? സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ദേ ഹാവ് എ യൂണിഫോം എഫക്റ്റ് ഓൺ ദ റിസൾട്ട്, അല്ലേ? എന്ന് വെച്ചാൽ ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും ഈ തെറ്റ് നല്ല വ്യക്തമായും കൃത്യമായും ആവർത്തിച്ച് വരും. ഇത് 3 രീതിയിൽ തിരിക്കാം. ഇൻസ്ട്രുമെൻ്റൽ എറർ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിന് ഡിഫക്റ്റ് ആണ്, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ചെറിയ, ഇപ്പോൾ സ്കെയിലാണ് എടുക്കുന്നത്, ചെറിയ വളവുണ്ട്, അല്ലെങ്കിൽ എവിടെയും ചെറിയ പൊട്ടലുണ്ട്, അപ്പോൾ കുറേ വിയർ ആൻഡ് ടിയർ സംഭവിച്ചു എങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ മെഷർമെൻറ്റുകളിലും ആ തെറ്റുണ്ടാവും. ഇൻസ്ട്രുമെൻ്റൽ എറർ. പ്രൊസീജിയർ എറർ, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ തെറ്റാണ്. നമുക്കറിയാമല്ലോ, ഒരു സ്കെയിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യുക, കറക്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യം അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നോക്കണം. നമ്മൾ ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ നോക്കുമ്പോൾ എന്ത് പറ്റും? ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഫിസിക്സിൽ അതൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഫിസിക്സ് എന്ന വിഷയത്തിൽ ചെയ്യുന്ന കാൽക്കുലേഷൻസ് അത്രത്തോളം പ്രിസൈസ് ആയിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം പ്രിസൈസ് എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അത്രത്തോളം ആക്യുറേറ്റ് ആവേണ്ടതാണ്. ചെറിയൊരു മിസ്റ്റേക്ക് പോലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സാറ്റലൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്, അത് ഓർബിറ്റിൽ എത്തിക്കണം. നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഇവിടെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലം എത്തേണ്ടവിടത്ത് എത്തുമോ? ഇല്ല. നമ്മൾ മൂണിലോട്ട് വിടുന്ന നേരെ പോകുന്ന എവിടെ ആയിരിക്കും? അറബിക്കടലിലായിരിക്കും. അപ്പോൾ പ്രൊസീജിയറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി പേഴ്സണൽ എറർ, മനുഷ്യരാണ്, എത്രത്തോളം ശ്രദ്ധ ഉണ്ടെങ്കിലും കുറേ തെറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യും പറ്റും. അപ്പോൾ ഇതെല്ലാം കാരണം ഉണ്ടാകുന്ന എററാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ഇനി ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസൊല്യൂഷൻ, അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ, അല്ലേ? ആ കപ്പാസിറ്റിക്ക് ഒത്തത് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ച് നമ്മൾ വീണ്ടും വീണ്ടും അതിന് പറ്റാത്ത വാല്യൂസ് എടുത്താൽ ഉറപ്പായിട്ടും എററുകൾ എന്ത് ചെയ്യും? അതിലേക്ക് കയറിപ്പോയി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെ ചെറിയ ഒബ്ജക്റ്റുകളുടെ അളവെടുക്കാനൊക്കെ നമുക്ക് വെർണിയർ കാലിപ്പറോ സ്ക്രൂ ഗേജോ ഒക്കെ വേണം. എല്ലാം നമുക്ക് സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നമുക്ക് വലിയ വലിയ മെഷർമെൻറ്റ് എടുക്കണം, നമുക്ക് മീറ്റർ സ്കെയിൽ വേണം, സെൻറ്റിമീറ്റർ സ്കെയിൽ കൊണ്ട് പോയാൽ പറ്റുമോ? ഇല്ല. വീണ്ടും വലിയ മെഷർമെൻറ്റ് എടുക്കണം, നമുക്ക് ടേപ്പിൻ്റെ ആവശ്യം വേണ്ടി വരും. അപ്പോൾ ഓരോ ഉപകരണത്തിനും അതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് എക്സീഡ് ചെയ്ത് നമ്മൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ കയറി വരുന്നതാണ് ലീസ്റ്റ് കൗണ്ട് എറർ. റെസൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട്, അതായത് എടുക്കാൻ പറ്റുന്ന ലീസ്റ്റ് കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. മൂന്നാമത് വരുന്നത് റാൻഡം എറർ. റാൻഡം എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് റാൻഡമായിട്ട് വരാം. ഓക്കെ, അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ കാരണം വരാം, അല്ലെങ്കിൽ ഉണ്ടാകുന്ന എററുകളാണ് എന്ത്? റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുന്നു, കറണ്ട് പെട്ടെന്ന് പോകുന്നു, എന്തെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ ഒരു കാറ്റടിക്കുന്നു, പ്രശ്നം ഉണ്ടാകുന്നു, ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാണ് എന്ത്? റാൻഡം എറർ. അങ്ങനെ നമുക്ക് എറേഴ്സിനെ എന്ത് ചെയ്യാം? 3 ആയിട്ട് തിരിക്കുക. ഇതൊക്കെ സിമ്പിൾ കാര്യം മനസ്സിലാക്കുക. ഇനിയാണ് മെയിനായിട്ട് വരുന്നത്. ഈ വരുന്ന എററുകൾ നമുക്ക് എന്ത് ചെയ്യണം?
നമ്മുടെ കാൽക്കുലേഷൻ നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മൾ പറയണം ഈ പറഞ്ഞ നമ്മൾ എടുക്കുന്ന വാല്യൂവിൽ ചിലപ്പോൾ ചെറിയ തെറ്റ് വരാം, അല്ല തെറ്റ് വന്നിട്ടുണ്ട്, എത്രത്തോളം തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അതുപോലെ തെറ്റായിട്ടുള്ള വാല്യൂസ് ഇട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആ ഉത്തരത്തിലും എന്തുണ്ടാവും, അതിൻ്റെതായ രീതിയിലൊരു തെറ്റുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കാൽക്കുലേഷൻ ഓഫ് എറേഴ്സിനകത്ത് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒരു 4 വാല്യൂസ് ആണ് ഇവിടെ വരുന്നത്. മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ, ലാസ്റ്റ് വന്ന് പെർസെൻറ്റേജ് എറർ. ഇതൊരു ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമ്മുടെ കുറേ നേരമായിട്ട് നമ്മൾ ട്രൂ വാല്യൂ എന്നൊരു കാര്യം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ. എന്താണ് ട്രൂ വാല്യൂ? നമുക്ക് എത്രത്തോളം നമ്മൾ എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാലും കുറേ തെറ്റുകളൊക്കെ കയറി വരും, അല്ലെങ്കിൽ കിട്ടുന്ന വാല്യൂ അത്രത്തോളം കറക്റ്റ് ആകണമെന്ന് ഉറപ്പൊന്നുമില്ല. ട്രൂ വാല്യൂ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് എടുത്തു എന്ന് വിചാരിക്കുക അല്ലെ. നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഒബ്സർവേഷൻസ് എടുക്കും. അങ്ങനെ നമ്മൾ എടുക്കുന്ന കുറേ ഒബ്സർവേഷനിൽ നിന്ന് ട്രൂ വാല്യൂ ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷനുകളുടെ ആവറേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രൂ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷനുകളുടെ ആവറേജ് എന്ന് പറയുമ്പോൾ അല്ലെ, കൂടിയതും കുറഞ്ഞതൊക്കെ കൂടി ചേർന്ന് അതിൻ്റെ ഒരു ന്യൂട്രൽ ആണല്ലോ നമ്മൾ ആവറേജ് എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് എന്ത്, ആവറേജ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു കാൽക്കുലേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മളെടുത്ത മെഷർമെൻ്റ് ഏത്, അതിൽ നിന്നും ആവറേജ് എടുത്ത് ട്രൂ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. ഇനി രണ്ടാമത് വരുന്നത് അബ്സല്യൂട്ട് എറർ. ഇത് ഓരോന്നും ഞാൻ വ്യക്തമായിട്ട് പിന്നീട് പറയും, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. നമ്മൾ മെഷർ ചെയ്ത ഓരോ വാല്യൂവും ഈ ട്രൂ വാല്യൂവിൽ നിന്ന് എത്രത്തോളം മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അതാണ് അബ്സല്യൂട്ട് എറർ. അതിൻ്റെ ആവറേജ് എടുത്താൽ മീൻ അബ്സല്യൂട്ട്. ഇനി റിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം അല്ലെ എത്രത്തോളം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് മറ്റൊരു ക്വാണ്ടിറ്റിയുമായി റിലേറ്റ് ചെയ്ത് പറയണം, അതാണ് റിലേറ്റീവ് എറർ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അബ്സല്യൂട്ട് എററിനെ നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് എഴുതുന്നതാണെന്ത്, റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ എന്ന് പറയും. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പെർസെൻറ്റേജ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് എററിന് നമ്മൾ ശതമാന അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്താൽ കിട്ടുന്നത് പെർസെൻറ്റേജ് എറർ. ഓരോന്നും നമുക്ക് നോക്കാം. മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ, നമ്മൾ കുറേ ഒബ്സർവേഷൻസ് എടുത്തു. സപ്പോസ് ഞാൻ അതിനെ A1 A2 A3 കുറേ എണ്ണം കൊണ്ട് AN വരെ എടുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ ഈ പറഞ്ഞ വാല്യൂസിൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ആവറേജ് കണ്ടുപിടിക്കുന്നത്, ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ബേസിക് ഫോർമുല നമുക്കറിയാം. ആവറേജ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എടുക്കുന്ന വാല്യൂസിൻ്റെ ടോട്ടൽ, അത് നമ്മൾ എന്തിനു ഡിവൈഡ് ചെയ്യാണ്, എത്ര ടേംസ് ഉണ്ടെങ്കിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടാവില്ല, നമ്പർ ഓഫ് ടേംസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ആവറേജ്. സോ നമ്മുടെ കുറേ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ പറയുകയാണ് എക്സാമ്പിൾ, ഇപ്പോൾ 1.1, 1.3, 1.2, 1.6, 1.2 വീണ്ടും വന്നു. ഇതിൻ്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എടുക്കും, മീൻ വാല്യൂ 1.1 പ്ലസ് 1.3 പ്ലസ് 1.2 പ്ലസ് 1.6 പ്ലസ് 1.2 ദ ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ടേംസ് ഉണ്ട്, 1, 2, 3, 4, 5 ഡിവൈഡ് ബൈ 5 എടുക്കും അല്ലേ. അപ്പം അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, മീൻ വാല്യൂ. നമ്മളതിനെ A ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അപ്പോൾ A ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വാല്യൂ. ചില ടെക്സ്റ്റ് ബുക്കിൽ വേറെ നൊട്ടേഷൻസ് യൂസ് ചെയ്യും, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് A ബാർ. അപ്പോൾ A ബാർ എന്ന് വെച്ചാൽ എന്താണ്, കിട്ടുന്ന വാല്യൂസിൻ്റെ ആവറേജ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അബ്സല്യൂട്ട് എറർ? നമ്മൾ മെഷർ ചെയ്ത ഓരോ വാല്യൂസ് ഉണ്ടല്ലോ, A1, A2, A3, ഇത് ഓരോന്നിനെയും എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ട്രൂ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അതായത് അബ്സല്യൂട്ട് എറർ നമ്മൾ ഡെൽറ്റ A1 എന്നാണ് വിളിക്കുന്നത്. അബ്സല്യൂട്ട് എറർ ഓഫ് A1 എന്ന് വെച്ചാൽ ഡെൽറ്റ A. എങ്ങനെ കണ്ടുപിടിക്കും, നമ്മുടെ ട്രൂ വാല്യൂ ആയിട്ടുള്ള A ബാറിൽ നിന്നും A1 നമ്മൾ കുറയ്ക്കും. ഇനി കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആവും, ചിലപ്പോൾ എന്താവും, പോസിറ്റീവ് ആവും. നെഗറ്റീവും പോസിറ്റീവും നമുക്കിവിടെ ബാധകമല്ല. നമ്മളാ കിട്ടുന്ന വാല്യൂൻ്റെ എന്തെടുക്കും, മോഡുലസ് എടുക്കും. ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ രണ്ട് വരയുടെ അർത്ഥം എന്താണ്, മോഡുലസ്. മോഡുലസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിലും അത് എന്തായിട്ട് മാറണം, പോസിറ്റീവായിട്ട് നമ്മളാണ് എടുക്കുന്നത്. അതാണ് മോഡുലസ്. സോ മോഡുലസ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് അബ്സല്യൂട്ട് എറർ. A1 എന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും, A ബാർ മൈനസ് A1. ഇനി അപ്പോൾ ഡെൽറ്റ A2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അത് മോഡുലസ് ഓഫ് നമുക്ക് കിട്ടിയ ട്രൂ വാല്യൂ മൈനസ് നമ്മൾ എടുത്ത മെഷേർഡ് വാല്യൂ ആയിട്ടുള്ള A2. ഈ വാല്യൂ എടുക്കുന്നത് ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ടാവുമല്ലോ, അപ് ടു എന്താണ് ഡെൽറ്റ AN വരെ ഉണ്ടാവും. ഇനി
ഈ കിട്ടുന്ന വാല്യൂസിൻ്റെയൊക്കെ മീൻ അല്ലെങ്കിൽ ആവറേജ് എടുത്താൽ കിട്ടുന്നതാണ് എന്ത്? മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, ഡെൽറ്റ A1 നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്? മോഡുലസ് ഓഫ് മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ മൈനസ് A1. അതുപോലെ ഡെൽറ്റ A2 എന്ന് വെച്ചാൽ എന്തായിരിക്കും? മോഡുലസ് ഓഫ് നമ്മുടെ അടുത്ത ട്രൂ വാല്യൂ മൈനസ് A2. ഇങ്ങനെ കിട്ടുന്ന ഉത്തരങ്ങളുണ്ടല്ലോ, ഈ എല്ലാ ഉത്തരത്തിൻ്റെയും സം ബൈ നമ്പർ ഓഫ് ടേംസ് എടുത്താൽ കിട്ടുന്നതാണ് എന്ത്? മീൻ അബ്സല്യൂട്ട് എറർ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇനി ആ കിട്ടുന്നത് നെക്സ്റ്റ് വരുന്ന റിലേറ്റീവ് എറർ ആണ്. ഇതൊരു രീതിയാണ്. ഓക്കെ, വാട്ട് ഈസ് റിലേറ്റീവ് എറർ? റേഷ്യോ ഓഫ് ദ മീൻ അബ്സല്യൂട്ട് എറർ, തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത്, ടു ദ മീൻ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. ഇതിനാണ് റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത്. റിലേറ്റീവ് എറർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണ്. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന പൊട്ട തെറ്റാണോ അല്ലെങ്കിൽ ചെറിയ തെറ്റാണോ അല്ലെങ്കിൽ എന്താണ് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കമ്പാരിസൺ വേണോ അല്ലേ? ആ കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റിലേറ്റീവ് എറർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ കിട്ടുന്ന മീൻ അബ്സല്യൂട്ട് എറർ ഡെൽറ്റ A ബാറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം കിട്ടിയ മീൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിലേറ്റീവ് എറർ. ഇനി ഇതിനോടൊപ്പം ഒരു 100 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അതിന് ശതമാനത്തിലോട്ട് നമുക്ക് മാറ്റുന്നു, കുറച്ചുകൂടി നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ച് ഏതൊക്കെയാണ് 4 മീൻ വാല്യൂ എന്ന് വെച്ചാൽ കിട്ടുന്ന വാല്യൂസിൻ്റെ ആവറേജ്, അബ്സല്യൂട്ട് എന്ന് വെച്ചാൽ ഓരോ വാല്യൂവിനെയും കമ്പയർ ചെയ്യുന്നു, റിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കിട്ടിയ ട്രൂ വാല്യൂ ആയിട്ട് അബ്സല്യൂട്ടിനെ നമ്മൾ കമ്പയർ ചെയ്താൽ കിട്ടുന്നത് റിലേറ്റീവ്, ശതമാനത്തിൽ മാറ്റിയ പെർസെൻറ്റേജ്. ഓക്കെ അല്ലേ? ഒരു ചോദ്യം നമുക്ക് നോക്കാം. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട, നമ്മൾ നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തിനെ പറ്റി പറയുന്നു? പീരീഡ് ഓഫ് ഓസിലേഷൻ പറയും, ഇനി റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ത് വേണം എടുത്ത് ക്വസ്റ്റിന് തരാം. നമ്മൾ അതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചോദ്യം പറയുന്നത് എന്താ? ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ, ഫസ്റ്റ് കിട്ടിയ ഒബ്സർവേഷൻ 2.63, രണ്ടാമത് കിട്ടിയത് 2.56 സെക്കൻഡ്, മൂന്നാമത് കിട്ടിയത് 2.42, അടുത്ത കിട്ടിയത് എത്രയാണ്? 2.71, 2.80. ഇത്രയും ഒബ്സർവേഷൻസ് ആണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രൂ പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുക, അതായത് മീൻ വാല്യൂ കണ്ടുപിടിക്കുക, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക, ഫ്രാക്ഷണൽ എറർ കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക, ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം എറർ ലിമിറ്റ് ഉപയോഗിച്ച് എഴുതാൻ പഠിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ എറർ ആണോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം? നമുക്ക് ഇത് നോക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യണ്ടേ? അതാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എടുക്കാം. നമ്മൾ A എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ പറയുകയാണ്. A1 എന്ന് പറഞ്ഞാൽ എത്രയാണത്? 2.63 സെക്കൻഡ്. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.56 സെക്കൻഡ്. A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.42 സെക്കൻഡ്. A4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.71 സെക്കൻഡ്. A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണത്? 2.80 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ട്രൂ പീരീഡ് ഓഫ് ഓസിലേഷൻ. ഇതാണ് ട്രൂ പീരീഡ് ഓഫ് ഓസിലേഷൻ. അപ്പോൾ ട്രൂ പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? സത്യം പറഞ്ഞാൽ ട്രൂ പീരീഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കിട്ടിയ വാല്യൂവിൻ്റെ ആവറേജ് എത്ര? നമ്മുടെ ട്രൂ വാല്യൂ ഇല്ലേ, അത് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്താൽ മതി? ആവറേജ് എടുത്താൽ മതി അല്ലേ? എന്താണ് ട്രൂ വാല്യൂവിനുള്ള ഫോർമുല? A bar is equal to A1 plus A2 plus A3 plus A4 plus A5 the whole divided by 5. എത്രയാണത്? നമുക്ക് ചെയ്ത് നോക്കാം. 2.63 plus 2.56 plus 2.42 plus 2.71 plus 2.80 the whole divided by 5. സോ നമ്മൾ ഇതിൻ്റെ സം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 2.635 ഇതെല്ലാം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ഇതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമില്ല. 2.62 എന്ന് കിട്ടും നമ്മുടെ ഉത്തരം. എത്ര കിട്ടും? 2.62 ആണ് നമ്മുടെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കിട്ടും. ഇനി രണ്ടാമത് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്? മീൻ അബ്സല്യൂട്ട് എറർ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. എന്തുവാണ്? മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കറിയാം. എന്താണ്?
ഓരോ നമ്മളെടുത്ത വാല്യൂസിനെയും നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യണം? മീൻ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് അവരുടെ വ്യത്യാസം എടുക്കണം. ഫസ്റ്റ് നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം? ഡെൽറ്റ A1 കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? ട്രൂ വാല്യൂ ആയിട്ടുള്ള എ ബാറിൽ നിന്നും A1 കുറച്ച് അതിൻ്റെ മോഡുലസ് എടുക്കണം. എന്ത് കിട്ടും നമുക്ക്? മോഡുലസ് ഓഫ് എ ബാർ എത്ര? 2.62 മൈനസ് 2.63 അതിൻ്റെ മോഡുലസ് എത്രയായിരിക്കും? അത് 0.61 അല്ലെ? എത്ര വരും നമുക്ക് ഉത്തരം? 62 63 ആണ് നടക്കുന്നത്. അപ്പോൾ മൈനസ് ആണ് വരുന്നത് അല്ലേ? മൈനസ് 0.01 വരും. മോഡുലസ് ആയതുകൊണ്ട് തന്നെ അത് പുറത്തിറങ്ങുമ്പോൾ വാല്യൂ എത്രയായിരിക്കും? 0.01 ആണ് നമ്മുടെ ഡെൽറ്റ A1 എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. A1 നമുക്ക് കിട്ടി. അപ്പോൾ ഡെൽറ്റ A2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 0.06 എന്ന് കിട്ടും. അടുത്ത ഡെൽറ്റ A3 നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? 0.2 കിട്ടും. ഡെൽറ്റ A4 എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ 0.09 എന്ന് കിട്ടും. 0 ആണ്. ഡെൽറ്റ A5 എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും? 0.18 എന്ന് കിട്ടും. എത്ര കിട്ടും? 0.18. സോ അങ്ങനെ നമുക്ക് ഡെൽറ്റ A1 കിട്ടി. കംപ്ലീറ്റ് ആയോ? ഇല്ല. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് എറർ മാത്രമേ കിട്ടിയുള്ളൂ. ഇനി മീൻ അബ്സല്യൂട്ട് എറർ എടുക്കാൻ എന്ത് ചെയ്യണം? മീൻ അബ്സല്യൂട്ട് എറർ എന്താണ്? ഡെൽറ്റ A ബാർ. എന്തുവാണ്? ഡെൽറ്റ A ബാർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ A1 ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് ഡെൽറ്റ A4 പ്ലസ് ഡെൽറ്റ A5 ദ ഹോൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? 5 ചെയ്യണം. നമുക്ക് എത്ര കിട്ടും? അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചെയ്യണം. ഞാൻ ഉത്തരം എഴുതി പോവുകയാണ്. 0.108 റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.11 എന്ന്. ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ. രണ്ടാമത്തതും കിട്ടി. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ടും കിട്ടി, മീൻ അബ്സല്യൂട്ടും കിട്ടി. അടുത്ത എന്തുവാണ് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ഫ്രാക്ഷണൽ എറർ. എന്താണ്? ഫ്രാക്ഷണൽ എറർ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫ്രാക്ഷണൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഫ്രാക്ഷണൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? മീൻ അബ്സല്യൂട്ട് എറർ, അതായത് ഡെൽറ്റ A ബാർ ബൈ നമ്മൾ കണ്ടുപിടിച്ച ട്രൂ വാല്യൂ A ബാറുമായിട്ട് കമ്പയർ ചെയ്യണം. സോ നമുക്ക് എത്ര കണ്ടുപിടിക്കാം? 0.11 ആണ്. A1 എന്ന് വെച്ചാൽ എത്രയാണത്? 2.62 ആണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് 0.04 ആണ്. സോ എത്ര കിട്ടും? 0.04 ആണ് നമ്മുടെ ഫ്രാക്ഷണൽ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ എറർ നമുക്ക് കിട്ടി. എന്താണ് ഫ്രാക്ഷണൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 0.04 ആണ് ഫ്രാക്ഷണൽ എറർ. നെക്സ്റ്റ് വരുന്നതാണ് പെർസെൻറ്റേജ് എറർ. പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പാടൊന്നുമില്ല. കിട്ടിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 0 പോകുമ്പോൾ 4% നമ്മുടെ എറർ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എന്താണ്? ഇതാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് 4%. അപ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ചെയ്ത വാല്യൂവിൽ 4%-ഓളം എന്ത് വരാം? എറർ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് നമ്മുടെ എറർ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് മെത്തേഡ് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യണം. സോ എക്സ്പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളെടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഓസിലേഷൻ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? A ബാർ ആയിരിക്കും. ഇനി നമ്മുടെ എററുകൾ കാരണം ഈ കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഡെൽറ്റ A ബാർ അഥവാ അബ്സല്യൂട്ട് എററിൻ്റെ പെർസെൻറ്റേജ് കൂടെ ഒന്നുകൂടാ. മനസ്സിലായില്ലേ? നോക്കിയോ, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 2.62 ഉറപ്പായിട്ടും കിട്ടും. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു 0.11ൻ്റെ വ്യത്യാസം വരാം. ഇങ്ങനെ എഴുതുന്ന രീതിയാണ് നമ്മൾ എറർ ലിമിറ്റ് വെച്ച് എഴുതുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നോക്കി എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് കിട്ടിയ ഉത്തരം 2.62. ഇനി എററുകൾ കാരണം അതിൻ്റെ വാല്യൂ 0.11 കൂടുകയോ കുറയുകയോ ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ. ഇതിപ്പോൾ ഇത് വായിക്കുന്ന ആൾ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇതിന് എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കി എടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എറർ ലിമിറ്റ് വെച്ച് എഴുതുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയും. നമുക്ക് അടുത്തലോട്ട് പോവാം.
കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷനുകളിൽ ഉണ്ടാകുന്ന എററിനെ പറ്റിയാണ്. തീരുന്നില്ല. നമ്മളെടുത്ത ഒബ്സർവേഷനിലെ എറർ ഉപയോഗിച്ച് നമ്മളൊരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ അവിടെയും ഈ പറയുന്ന തെറ്റിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നോക്കാറ്. നമ്മൾ എറർ ഉള്ള ടേമുകളെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? എക്സ്പോണൻറ്റുകൾ വരുന്ന ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എററുകൾ എത്രത്തോളം മാറ്റമാണ് വരുത്തുന്നത്, അല്ലെങ്കിൽ എററിനെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു കാര്യം. ഏത്? അതായത് നമ്മൾ 2.62 പ്ലസ് ഓർ മൈനസ് 0.11 എന്നാണ് നമ്മൾ കാണിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എടുക്കുന്ന വാല്യൂ 0.11ൻ്റെ മാറ്റം സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം ഈ ഓരോ സാധ്യതകളും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ഒക്കെ ഉൾപ്പെടുത്തണമല്ലോ, അല്ലെങ്കിൽ എന്ത് പറ്റും? അത് തെറ്റല്ലാതായിട്ട്, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് അല്ലാതായിട്ട് മാറും. സോ നമുക്ക് നോക്കാം. എററുകളുള്ള ടേമുകളെ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. എററുകളെ പരസ്പരം എന്ത് ചെയ്താൽ മതി? അങ്ങ് കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? എററുകളുള്ള ടേംസ് വെച്ച് നമ്മൾ അഡീഷൻ ചെയ്യുകയോ സബ്ട്രാക്ഷൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ എററുകളെ ആഡ് ചെയ്യുക. എറേഴ്സ് ആർ ആഡഡ് ഇൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. നമ്മൾക്കിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു വാല്യൂ എടുത്തു, അതിൻ്റെ പേര് എ. അതിലുള്ള എറർ ഡെൽറ്റ എ. വേറൊരു വാല്യൂ എടുത്തു ബി, അതിലുള്ള എറർ ഡെൽറ്റ ബി. അങ്ങനെയാണെങ്കിൽ ഞാൻ എ പ്ലസ് ബി എഴുതുന്നു. എന്തെഴുതുന്നു? എ പ്ലസ് ബി എടുത്തു. ഓക്കെ, ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനാണ്, ലെങ്ത് ആണ് ബ്രെഡ്ത്ത് ആണ്. ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, സോറി എ പ്ലസ് ബി പെരിമീറ്റർ ആണ്. അപ്പോൾ എന്താണ് 2 × a + b വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ എയും ഡെൽറ്റ ബി നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യേണ്ട. ഡെൽറ്റ എയും ഡെൽറ്റ ബിയും പരസ്പരം കൂട്ടി ഉത്തരത്തിൽ അങ്ങ് എഴുതിയാൽ മതി. നമ്മുടെ എറർ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. അതായത് നോക്കിയത് ഇവിടെ പറഞ്ഞു കണ്ടോ, a + b അല്ലെങ്കിൽ a - b എടുത്താൽ നമ്മുടെ ഉത്തരത്തിൽ എന്ത് ചെയ്യണം? എററുകളെ തമ്മിൽ ആഡ് ചെയ്യണം. അതിനിപ്പോൾ സബ്ട്രാക്ഷൻ ആണെങ്കിലും എററിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുകയാണ് ചെയ്യാൻ. കാരണം നിങ്ങൾ തന്നെ ആലോചിക്കും, നമ്മൾ ചെയ്യുന്നൊരു തെറ്റ്, ആ തെറ്റ് ഒരു ഇക്വേഷൻ വഴി പോകുമ്പോൾ ആ തെറ്റിന് ഉള്ള ടേമുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ തെറ്റ് എന്ത് ചെയ്യും? കൂടുതലേ ചെയ്യുള്ളൂ, കുറയൂലല്ലോ. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. The side of a rectangular lamina are 8.5 plus or minus 0.2. എന്ന് വെച്ചാൽ എന്താ? 8.5 ഉറപ്പായിട്ട് വരും, ചിലപ്പോൾ 0.2 ഡിഫറൻസ് വരും. അവിടെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5.6 ഉണ്ട്, എന്നാൽ 0.1ൻ്റെ വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടെന്ന് ചെയ്താൽ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കും. സോ ഇവിടെ കുറച്ച് ബേസിക് മാത്സ് അറിയണം, പെരിമീറ്റർ കണ്ടുപിടിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. സോ നമുക്കറിയാം ലെങ്ത് ഓഫ് ദ ലാമിന എത്രയാണ്? 8.5. ലെങ്ത് എത്ര? 8.5. ഇനി അതിലുള്ള എറർ ഡെൽറ്റ എൽ എത്രയാണ്? 0.2 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് ബി എത്രയാണ്? 5.6 സെന്റിമീറ്റർ. ബ്രെഡ്ത്തിലുള്ള എറർ ഡെൽറ്റ ബി എത്രയാണ്? 0.1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ റെക്റ്റാങ്കിളിലെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B ആണ് അല്ലേ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. സോ നമ്മളിൻ്റെ ഉത്തരം എടുക്കുമ്പോൾ എങ്ങനെ എടുക്കും? 2 × L എത്ര? 8.5 പ്ലസ് ബി എത്ര? 5.6. സോ നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 8.5 പ്ലസ് 5.6 എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യും? 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28.2 സെന്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 28.2 സെന്റിമീറ്റർ. ശരി, ഇനി എറർ അപ്പോൾ എന്താണ്? സോ ഡെൽറ്റ പി അഥവാ എന്താണ്? എറർ ഇൻ ദ പെരിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എറർ ഇൻ ദ പെരിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫോർമുലയിലേക്ക് ആരെ കൊടുത്താൽ മതി? നമ്മുടെ എററുകളെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും, നമ്മുടെ കാര്യം കിട്ടും. അതായത് 2 × ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ ബി. കാരണം എന്താണ്? അഡീഷൻ ആണ് നടക്കുന്നത്. സോ എന്ത് ചെയ്താൽ മതി? എററുകളെ തമ്മിൽ കൂട്ടിയാൽ മതി. സോ 2 × 0.2 പ്ലസ് 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 0.3. 0.3 × 2 എത്രയാണ്? 0.6 ആണ് നമ്മുടെ എറർ എന്ന് പറയും. സോ നമ്മുടെ ആക്ച്വൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടിയ പെരിമീറ്റർ ആയിട്ടുള്ള 28.2 പ്ലസ് ഓർ മൈനസ് 0.6 ആണെന്ത്? നമ്മുടെ ആക്ച്വൽ പെരിമീറ്റർ വിത്ത് എറർ എന്ന് പറയും. ഓക്കെ, ഇതാണെന്ത്? ആക്ച്വൽ പെരിമീറ്റർ വിത്ത് എറർ എന്ന് പറയും.
ഓക്കെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? അത് 28.2 പ്ലസ് ഓർ മൈനസ് എന്താണ് നമ്മുടെ 6. ഈ 0 നമുക്ക് ഇപ്പോൾ തൊട്ട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 എടുക്കാം. ഇതാണ് എന്ത് നമ്മുടെ വാല്യൂ എന്ന് പറയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിവിഷൻ, നമുക്ക് ഡിഫറൻസ് വരുന്ന കേസ് കൂടെ നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, L1 ഉണ്ട്, L2 ഉണ്ട്. L1 10.0 പ്ലസ് ഓർ മൈനസ് 0.1, L2 എന്ന് വെച്ചാൽ 9.0 പ്ലസ് ഓർ മൈനസ് 0.1 ആണ്. ഇവരുടെ സം കണ്ടുപിടിക്കുക. സം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? എന്താണ് സം എന്ന് വെച്ചാൽ എന്താണ്? L1 എന്ന് വെച്ചാൽ എന്താണത്? 10.0 പ്ലസ് ഓർ മൈനസ് 0.1 സെൻറ്റിമീറ്റർ. L2 എന്ന് വെച്ചാൽ എത്രയാണ്? 9.0 പ്ലസ് ഓർ മൈനസ് 0.1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സം എന്തായിരിക്കും? ആലോചിച്ച് നോക്കി. 10.10ഉം 10ഉം നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മെയിൻ വാല്യൂസിനെ തമ്മിൽ കൂട്ടുക. അപ്പോൾ എത്ര? 10 9ഉം 19.0 പ്ലസ് ഓർ മൈനസ് ഡിഫറൻസ് തമ്മിൽ കൂട്ടുക. എത്രയാണത്? 0.2. ഇതാണ് അപ്പോൾ നമ്മുടെ സം എന്ന് പറയുന്നത്. സോ നമ്മൾ മറ്റേ പെരിമീറ്റർ ക്വസ്റ്റ്യൻ എന്താണ്? ഇക്വേഷനകത്ത് 2 മൾട്ടിപ്ലൈ ഉള്ളതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്തത്. ഇവിടെ ഇക്വേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ആഡ് ചെയ്യാൻ ഡിഫറൻസ് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, എന്തെടുക്കുകയാണ്? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഡിഫറൻസ് എടുക്കുകയാണ്. ഡിഫറൻസ് എന്തുവാണ് ഫോർമുല? L1 മൈനസ് L2 എന്ന് വെച്ചാൽ എന്താണ്? 10.0 മൈനസ് 9.0. അതുപോലെ ഈ പറയുന്ന ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫൈനൽ വാല്യൂ ഡെൽറ്റ ഓഫ് ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 0.1 പ്ലസ് 0.1. ഇവിടെ എന്ത് ചെയ്തത്? ദയവ് ചെയ്താലും 0.1 ഇവിടുത്തെ മൈനസ് കണ്ടുകൊണ്ട് ഇവിടെ മൈനസ് കൊടുത്തു. എററുകൾ കൂട്ടിയാലും കുറച്ചാലും കൂട്ടുക തന്നെ വേണം. സോ നമ്മുടെ വാല്യൂ എത്രയായിരിക്കും? 10 കുറച്ച് 1. അപ്പോൾ 1.0 പ്ലസ് ഓർ മൈനസ് 0.2 ആണ് എന്ത്? നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് സം ഡിഫറൻസ് വരുന്ന കേസ്. ഇനി വരുന്നത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോഷ്യന്റ് വരുന്ന എക്സാമ്പിളാണ്. സോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോഷ്യന്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം വേറെ ഒന്നുമില്ല, രണ്ട് രീതിയിൽ പറയാം. പേഴ്സൻറ്റേജ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആ പേഴ്സൻറ്റേജുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. ഇനി പേഴ്സൻറ്റേജ് ഇല്ല, കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നാൽ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്ന ടേംസുകളുടെ എററിലെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച പോലെ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലുണ്ടായ എറർ ബൈ ആക്ച്വൽ വാല്യൂ ആയിട്ടുള്ള എ പ്ലസ് ബി എന്ന് പറയുന്ന വാല്യൂവിൽ വന്നിട്ടുള്ള എറർ ബൈ ആക്ച്വൽ വാല്യൂ ബി. ഇത് രണ്ടിൻ്റെയും അഡീഷൻ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, നമ്മുടെ ഇക്വേഷൻ കൊടുത്ത് നമ്മൾ കിട്ടുന്ന ഉത്തരം, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഉത്തരത്തിന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ ഇൻ ദ പ്രോഡക്റ്റ് കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ബ്ലോക്ക്. ഒരു റെക്ടാങ്കിൾ ബ്ലോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ് റെക്ടാങ്കിൾ ബ്ലോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്? 4 പ്ലസ് ഓർ മൈനസ് 0.4 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ലെങ്ത് അറിയാം എത്രയാണ്? 4 പ്ലസ് ഓർ മൈനസ് 0.4 മീറ്റർ. ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 2 പ്ലസ് ഓർ മൈനസ് 0.2 മീറ്റർ. കണ്ടുപിടിക്കാനുള്ളത് ഏരിയ ആണ്. നമുക്കറിയാം ഏരിയയുടെ ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമ്മുടെ ഏരിയയുടെ ഫോർമുല എന്ന് പറയും. സോ ഏരിയ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ലെങ്ത് 4 ഇൻറ്റു 2 അഥവാ എത്രയാണ്? 8 ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ഏരിയ ആയിട്ട് വരുന്നത് ആണല്ലോ. അപ്പൊ ഏരിയ കിട്ടി. നമുക്കറിയാം നമ്മുടെ ഫൈനൽ ഉത്തരത്തിനകത്ത് എന്ത് വേണം? ഏരിയ വേണം, പ്ലസ് ഓർ മൈനസ് ഏരിയയിലുണ്ടായ എററും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഏരിയ ഉണ്ടായ എറർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഉണ്ടായ എറർ ഞാനിവിടെ ഡെൽറ്റ എ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരിക്കും? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ഫസ്റ്റ് വാല്യൂ ആയിട്ടുള്ള ലെങ്ത്, അതിലുണ്ടാകുന്ന എറർ ആണെന്ത്? ഡെൽറ്റ എൽ. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ്? 0.4 മീറ്റർ. ബ്രെഡ്ത്ത്, അതിലുണ്ടാകുന്ന എറർ ഡെൽറ്റ ബി, അത് എത്രയാണ്? 0.2. സോ ഏരിയയിലുണ്ടായ എറർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ എൽ അഥവാ 0.4 ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ ആയിട്ടുള്ള 4 പ്ലസ് ബ്രെഡ്ത്തിലുണ്ടായ എറർ ആയിട്ടുള്ള 0.2 ഡിവൈഡ് ബൈ ബ്രെഡ്ത്ത് 2. അത് നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ ഏരിയ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? തൊട്ട് മുമ്പത്തെ ഫോർമുല നോക്കി അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? എറർ ഇൻ ദ ഏരിയ ഫസ്റ്റ് ക്വാണ്ടിറ്റി ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി, എറർ ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു നമുക്ക് കിട്ടുന്ന
ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എറർ ഓഫ് ദ റിസൾട്ട് ആണ്. അപ്പോൾ ആ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ. സോ 0.4/4 എത്രയാണ് വെട്ടി പോകുമ്പോൾ കിട്ടുന്നത്? 0.1 പ്ലസ് ഇവിടെയും 0.1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.1 പ്ലസ് 0.1 ഇൻറ്റു 0.1 പ്ലസ് 0.1 0.2 ഇൻറ്റു 8. 8 2 16 1.6 മീറ്റർ സ്ക്വയർ എന്ന് വരും നമ്മുടെ എറർ. സോ നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ കിട്ടിയ എറർ ഇല്ലാത്ത വാല്യൂകളുടെ അളവ് എത്രയാണത്? ഫൈനൽ വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഏരിയ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 8 പ്ലസ് ഓർ മൈനസ് 1.6 മീറ്റർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പെർസെൻറ്റേജ് പറഞ്ഞാൽ കേസ് അല്ലെ, പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും പെർസെൻറ്റേജ് എറർ എന്ന് ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജുകളെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കിട്ടിയ ഫോർമുലയില്ലേ, ഡെൽറ്റ A/A അതിനോട് 100 മൾട്ടിപ്ലൈ ചെയ്യുക, ഡെൽറ്റ B/B 100 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? പരസ്പരം ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പിടിച്ചു. ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് വോൾട്ടേജ്. ഓക്കെ, ഒരു വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, വോൾട്ടേജിന്റെ പെർസെൻറ്റേജ് എറർ ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 5%. ഓക്കെ, പെർസെൻറ്റേജ് എറർ ഇൻ കറണ്ട് എന്ന് പറയുന്നത് 2%. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ പെർസെൻറ്റേജ് എറർ എന്താണ്? നമുക്കറിയാം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാണ്? V/I ആണ്. അപ്പോൾ V/I ആണ് നമ്മുടെ എന്ത്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ വിയും ഐയും ഒന്നും തന്നിട്ടില്ല, ഇതിൻ്റെ എററിൻ്റെ ശതമാനം തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ശതമാനത്തിൽ എറർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ എററുകളെ തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർസെൻറ്റേജ് എറർ ഇൻ വോൾട്ടേജ് പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ കറണ്ട്. അതായത് എത്ര? 5% പ്ലസ് 2% ഇസ് ഈക്വൽ ടു 7% ഇവിടുത്തെ പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി പവറിൻ്റെ കേസ് നോക്കാം. പവറിൻ്റെ ഫോർമുല എന്താ? P ഇസ് ഈക്വൽ ടു V/I. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും പ്രോഡക്റ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പെർസെൻറ്റേജ് എറർ ഇൻ വോൾട്ടേജ് പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ പവർ ഇൻ കറണ്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര? 5 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 7% തന്നെയാണ് പവറിലെയും റെസിസ്റ്റൻസിലെയും പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് എറർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അതിൽ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ടെങ്കിൽ, സാധാ എറർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ എയും ഡെൽറ്റ എക്സും ഒക്കെ കണ്ടുപിടിക്കണം. പെർസെൻറ്റേജിലാണ് വന്നതെങ്കിൽ ഒന്നും ചെയ്യണ്ട, കാരണം പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായി. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നോക്ക്, ഈ ഡെൽറ്റ A/A ഡെൽറ്റ B/B, ഇതിൽ ഡെൽറ്റ A/Aയും ഡെൽറ്റ B/Bയും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ? ഈ ഫോർമുല ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കണം. ഡെൽറ്റ A/A ഡെൽറ്റ B/B ഇതിൻ്റെ കൂടെ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? പരസ്പരം അങ്ങോട്ട് ആഡ് ചെയ്താൽ മാത്രം പോരെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ ലാസ്റ്റ് പവർ ഇൻ എക്സ്പോണൻറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എററിന് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയും 90% ക്വസ്റ്റ്യനിലും പെർസെൻറ്റേജ് തന്നിട്ട് കണ്ടുപിടിക്കാനേ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ പെർസെൻറ്റേജുകളെ കൂട്ടി ഉത്തരം എഴുതി വെച്ചാൽ മതിയാവും. ഇനി ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു ഫോർമുല ഉണ്ട്, അതിൻ്റെ പേര് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ പവർ A⁻P ഇൻറ്റു B⁻Q ഡിവൈഡ് ബൈ C⁻R ആണെങ്കിൽ ഈ എക്സ് എന്ന വാല്യൂവിൽ ഉണ്ടാകുന്ന എറർ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ A⁻P B⁻Q ഇവിടെ ഈ P എന്ത് ചെയ്യും? മോളിൽ വരും. അതായത് P ഇൻറ്റു നേരത്തെ പോലെ ഡെൽറ്റ A/A പ്ലസ് ഇവിടുത്തെ Q പുറത്ത് വരും, Q ഇൻറ്റു ഡെൽറ്റ B/B പ്ലസ് കോഷ്യൻ്റ്. അപ്പോൾ ഇവിടെ ഡിവിഷനാണ് കിടക്കുന്നതെങ്കിൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒരേ ഫോർമുലയാണ്. അപ്പോൾ എന്താണ്? 6 മുകളിൽ വരും, മുമ്പിൽ വരും. 6 ഇൻറ്റു ഡെൽറ്റ C/C എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ X/X കിട്ടും. ഈ എക്സ് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് നേരത്തെ കിട്ടിയ പോലെ ഡെൽറ്റ എക്സിൻ്റെ ഫോർമുല എങ്ങനെ എടുക്കാം? P ഇൻറ്റു ഡെൽറ്റ A/A പ്ലസ് Q ഇൻറ്റു ഡെൽറ്റ B/B
പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ദ ഹോൾ ഇൻറ്റു എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട് പി, അത് 4 വേരിയബിൾ ഉണ്ട് എ ബി സി ഡി. ഇക്വേഷൻ എന്ന് വെച്ചാൽ പി ഇസ് ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ ബൈ റൂട്ട് സി ഇൻറ്റു ഡി ആണ്. സോ ഇതിനകത്തുള്ള പെർസെൻറ്റേജ് എററാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാണ്? പെർസെൻറ്റേജ് എറർ ഇൻ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്താണ്? എ ആണ്. എയുടെ പവർ 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് എറർ എത്രയാണത്? 1%. പ്ലസ് ബി അതിൻ്റെ പവർ എത്ര? 2. അപ്പോൾ പവർ ആദ്യം വരും 2 ഇൻറ്റു ബിയുടെ ശതമാനം എത്രയാണ്? 3%. പ്ലസ് സിയുടെ പവർ റൂട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റൂട്ട് സി എന്ന് വെച്ചാൽ സി റൈസ് ടു 1/2 ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ആ പവർ ആദ്യം വരും 1/2 ഇൻറ്റു 4%. പ്ലസ് ഡി എന്ന് വെച്ചാൽ എത്രയാണ്? ഡിക്ക് പവർ ഒന്നുമില്ല, വെറും ഡി തന്നെയാണ്. അപ്പോൾ എത്രയാണ്? ജസ്റ്റ് പ്ലസ് എത്രയാണ്? 2% കൊടുത്താൽ മതി. അപ്പോൾ 3 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 2 എത്ര കിട്ടും? 3 10 13 അല്ലേ? അപ്പോൾ എത്രയാണ്? 13% ആണ് ഇവിടുത്തെ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 13% ആണ് നമ്മുടെ ഇവിടുത്തെ എറർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും എന്താണ് എററുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.